ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഏർണിങ്സ് പെർ ഷെയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏർണിങ്സ് പെർ ഷെയറിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ വെയിൻസ്, അതായത് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ, ആ ഒരു കൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നത്. എന്താണ് വെയിൻസ് പറഞ്ഞാൽ? വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. സോ ആ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ എന്താണ് ഈ വെയിൻസ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ആവശ്യം വരുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ EPS എന്താണെന്നുള്ളത് ഇപ്പോൾ അവെയർ ആയിരിക്കും. ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ ലാഭം അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് കമ്പനിയുടെ എക്സാമ്പിൾ എടുക്കാം. A ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, B ലിമിറ്റഡ് പറയുന്ന മറ്റൊരു കമ്പനി. രണ്ട് കമ്പനിയുടെയും നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 10 lakhs. രണ്ട് കമ്പനിയുടെയും നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 2 lakhs. അപ്പോൾ നമ്മൾ EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ EPS എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. അപ്പോൾ രണ്ട് പേർക്കും ചെയ്യുമ്പോൾ എത്ര വരും? 10 ലക്ഷം ബൈ 2 ₹5. പക്ഷേ ഈ കമ്പനിയിൽ 1 lakh ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 31st March 2025, അതായത് ഇയർ എൻഡിലാണ്. 31st Marchനാണ് 1 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുക. അപ്പോൾ അതിന് മുന്നേ എത്ര ഷെയറേ ഉള്ളൂ? 1 ലക്ഷം ഉള്ളൂ, 2 ലക്ഷം ഇല്ല. അപ്പോൾ നമ്മുടെ ഫോർമുല പ്രകാരം എന്താണ്? പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഷെയർ ചെയ്യുമ്പോൾ എത്ര EPS വരുന്നത്? A പറയുന്ന കമ്പനിക്ക് ലാഭം 10 ലക്ഷം, എത്ര ഷെയർ ഉണ്ട്? 2 ലക്ഷം ഷെയർ ഉണ്ട്. സോ ഒരു ഷെയറിൻ്റെ ലാഭം 5. B എന്ന് പറയുന്ന കമ്പനിക്ക് ലാഭം 10 ലക്ഷം, എത്ര ഷെയർ ഉണ്ട്? 2 ലക്ഷം ഷെയർ ഉണ്ട്. സോ ഒരു ഷെയറിൻ്റെ ലാഭം 5. പക്ഷേ ഈ B പറയുന്ന കമ്പനിക്ക് ശരിയാണ് ഈ വർഷം അവസാനം 2 ലക്ഷം ഷെയർ ഉണ്ട്. പക്ഷേ ഈ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഈ 1 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുക. അപ്പോൾ ഈ മാർച്ച് 30 വരെ അവിടെ എത്ര ഷെയർ ഇല്ല? 2 ലക്ഷം ഷെയറിലെ 1 ലക്ഷം ഷെയർ ഉള്ളൂ. നിങ്ങളുടെ യുക്തി വെച്ച് ചിന്തിച്ച് നോക്കുക. ഈ രണ്ട് കമ്പനിക്കും ഒരേ പെർഫോമൻസ് ആണ്. EPS വെച്ച് നോക്കുമ്പോൾ എന്താ? 2, 5, 5 സെയിം റിട്ടേൺ ആണ് ഷെയർ ഹോൾഡേഴ്സിന് തരുന്നത്. പക്ഷെ ഇതിൽ ഏത് കമ്പനിയാണ് ബെറ്റർ? നമുക്ക് ഫോർമുലയും കൺസെപ്റ്റൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ നോക്കുക, നിങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇതിൽ A ലിമിറ്റഡ് ആണോ ബെറ്റർ, B ലിമിറ്റഡ് ആണോ? നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എന്താ? Aക്ക് ലാഭം 10 ലക്ഷം, Bക്ക് ലാഭവും 10 ലക്ഷം, ലാഭം സെയിം ആണ്. ഏർണിങ്സ് പെർ ഷെയർ, ഒരു ഷെയറുടെ ലാഭമോ Aയുടെ ലാഭം 5, Bയുടെ ലാഭം 5. അപ്പോൾ രണ്ട് സെയിം അല്ലേ? ശരിക്കും രണ്ട് സെയിം ആണോ? അല്ല. കാരണം A ലിമിറ്റഡിന് ഇക്കൊല്ലം മൊത്തം 2 ലക്ഷം ഷെയറാണ്. സോ ഈ കമ്പനിയിൽ ഈ 2 ലക്ഷം ഷെയറിൻ്റെ കാശ് ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടായിരുന്നു. ആ 2 ലക്ഷം ഷെയറിൻ്റെ കാശ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് കച്ചവടം ചെയ്തിട്ടാണ് അവർ ഈ 10 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിയത്. അതേസമയം B ലിമിറ്റഡ് പറയുന്ന കമ്പനിക്ക് ഈ വർഷം അവസാനമാണ് 2 ലക്ഷം ഷെയർ ആയത്. മാർച്ച് 30 വരെ അവരിൽ 1 ലക്ഷം ഷെയറിൻ്റെ ക്യാഷേ ഉള്ളൂ. അതേ കുറവ് കാശ് വെച്ചിട്ടാണ് അവർ ഈ 10 ലക്ഷം ലാഭം ഉണ്ടാക്കിയത്. സോ ആരാണ് ബെറ്റർ പെർഫോമർ? B ലിമിറ്റഡാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷെയറിൻ്റെ എമൗണ്ട് 5 രൂപയാണെങ്കിൽ ഇവരിൽ 2 ലക്ഷം ഷെയറിന് 2 ലക്ഷം ഇൻറ്റു 5 10 ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ടാണ് അവർ ഈ 10 ലക്ഷം ലാഭം ഉണ്ടാക്കിയത്. അതേസമയം B ലിമിറ്റഡിൻ്റെ അവസാന ദിവസമാണ് 1 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്തത്. അതിന് മുന്നേ വരെ എത്ര ഷെയറേ ഉള്ളൂ? 1 ലക്ഷം ഷെയറേ ഉള്ളൂ. സോ 1 ലക്ഷം ഇൻറ്റു 5 ലക്ഷം രൂപ വെച്ചിട്ടാണ് അവർ അതേ ലാഭം ഉണ്ടാക്കി. സോ A ലിമിറ്റഡ് ഉണ്ടാക്കിയതിൻ്റെ പകുതി കാശ് വെച്ചിട്ടാണ് B ലിമിറ്റഡ് എന്ത് ചെയ്തത്? അതേ ലാഭം ഉണ്ടാക്കിയത്. സോ ആരാ ബെറ്റർ പെർഫോമർ? B ലിമിറ്റഡ് ആണ്. പക്ഷെ നമ്മൾ EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേർക്ക് സെയിം അല്ലേ? സോ ഷെയർ ഹോൾഡേഴ്സ് കാണുമ്പോൾ എന്താ? സെയിം റിസൾട്ട്. സോ ഈ EPS കാൽക്കുലേഷനിൽ എന്തുണ്ട്? ഒരു പ്രശ്നമുണ്ട്. കാരണം അതൊരു മിസ്ലീഡിങ് ആയ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. കാരണം ഇൻ റിയാലിറ്റി ഹൂ ഈസ് ദ ബെറ്റർ പെർഫോമർ? B ലിമിറ്റഡ്. ബട്ട് ഇവിടെ നോക്കുമ്പോൾ പ്രോഫിറ്റ് ഈസ് സെയിം, EPS ഈസ് സെയിം, സോ പെർഫോമൻസ് ഈസ് സെയിം തോന്നും. ആണോ? അല്ല. കാരണം വാട്ട് A ലിമിറ്റഡ് അച്ചീവ്ഡ് വിത്ത് 2 lakh ഷെയർസ്, 2 ലക്ഷം ഷെയറുടെ കാശ് വെച്ച് A ലിമിറ്റഡ് ഉണ്ടാക്കിയ ലാഭമാണ് B ലിമിറ്റഡ് 1 ലക്ഷം ഷെയറുടെ കാശ് വെച്ചുണ്ടാക്കി. സാർ ബട്ട് 2 ലക്ഷം ഷെയർ Bക്കും ഇല്ലേ? അത് ഇയർ എൻഡിലല്ലേ? ഇക്കൊല്ലം മൊത്തം നോക്കുമ്പോൾ B ലിമിറ്റഡിൻ്റെ മാർച്ച് 30 വരെ 1 ലക്ഷം ഷെയറുടെ കാശേ ഉള്ളൂ. എന്നിട്ടാണ് അവൻ ഈ ലാഭം ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെറുതെ ഇയർ എൻഡിലത്തെ നമ്പർ ഓഫ് ഷെയർ മാത്രം എടുത്താൽ പോരാ. നമ്മുടെ കയ്യിൽ ആക്ച്വലി എത്ര കാശ് ഉണ്ടായിരുന്നു, ആക്ച്വലി എത്ര ഷെയറുടെ കാശ് ഉണ്ടായിരുന്നു, അല്ലാതെ ഇയർ എൻഡിൽ രണ്ടും സെയിം ആണ് പറഞ്ഞിട്ട് കാര്യമില്ല. ത്രൂ ഔട്ട് ദ ഇയർ
ആരെയിലാണ് കൂടുതൽ കാശ്? എ ലിമിറ്റഡിൽ. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യണം. അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം? EPS. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിൻസ്. അപ്പോൾ വെറുതെ ഇയർ എൻഡിലെ നമ്പർ ഓഫ് ഷെയർ എടുക്കരുത്. വെയിൻസ്, വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. നമ്മൾ ടൈമും കൂടെ കൺസിഡർ ചെയ്യണം. എത്ര കാശ് എത്ര ദിവസം ഉണ്ടായിരുന്നു, എന്നിട്ട് എത്ര ലാഭം ഉണ്ടാക്കി, അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഈ വെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് പറയുന്ന ഈ വെയിൻസ് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ ആൾക്ക് നോക്കുമ്പോൾ 2 ലക്ഷം ഷെയർ, രണ്ടാമത്തെ ആൾക്ക് നമ്മൾ 1 ലക്ഷം ഷെയർ എടുക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവരുടെ EPS എത്ര വരിക? 5 അല്ല, 10 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കി 1 ലക്ഷം രൂപയുടെ കാശ്, 1 ലക്ഷം ഷെയറുടെ കാശ് വെച്ചിട്ട്. സോ ഇവിടെ EPS 10 ആണ്. ഒരു ഷെയർ വെച്ചിട്ട് അവർ ഉണ്ടാക്കിയ ലാഭം 10 രൂപയാണ്, 5 രൂപയില്ല. കാരണം വർഷം മൊത്തം എന്താണ്? 1 ലക്ഷം ഷെയർ ഉണ്ടായിട്ടുള്ളൂ. അവസാന ദിവസമാണ് ബാക്കി 1 ലക്ഷം ഇഷ്യൂ ചെയ്തത്. ആ ടൈമും കൂടെ കൺസിഡർ ചെയ്യുന്ന EPSനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിൻസ് എന്ന് പറയുന്നത്. വെയിൻസ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 2 മെത്തേഡ് ഉണ്ട്, ലോട്ട് മെത്തേഡും ക്യുമുലേറ്റീവ് മെത്തേഡും. 2 ഈസിയാണ്. അപ്പോൾ നമ്മുടെ EPSൻ്റെ ഫോർമുല എന്തായിരുന്നു? പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായിരുന്നു ന്യൂമറേറ്റർ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭം എത്ര, അതാണ് നമ്മൾ കഴിഞ്ഞ ബേസിക് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചത്. ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. അപ്പോൾ ഈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഇയർ എൻഡ് മാത്രം എടുക്കാതെ എന്താണ്? ടൈമും കൂടെ കൺസിഡർ, എത്ര ദിവസം നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നു അതും കൂടെ കൺസിഡർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെയിൻസിൻ്റെ കാൽക്കുലേഷൻ്റെ 1-2 എക്സാമ്പിൾസ് നോക്കാം. എളുപ്പമാണ്, നമുക്ക് കണ്ടുപിടിക്കാം. 2 മെത്തേഡിലും ചെയ്യാം, ക്യുമുലേറ്റീവിലും അതേപോലെ എന്താണ്? ലോട്ടിലും. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഫയൽ നോക്കിയാൽ മതി. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? ഓൺ 1st January 2018 BHN Corp has 3000 ഓർഡിനറി ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ്. BHN Corp പറയുന്ന കമ്പനിക്ക് വർഷം തുടക്കത്തിൽ 3800 ഇക്വിറ്റി ഷെയർ ഉണ്ട്. ഓൺ 31st May 2018 it issued 600 ഓർഡിനറി ഷെയർ ഫോർ ക്യാഷ്. മെയ് 31 600 ഷെയർ ഇഷ്യൂ ചെയ്തു. ഓൺ 1st November 2018 it bought back 300 ഓർഡിനറി ഷെയർ. നവംബർ 1 300 ഷെയർ ബൈബാക്ക് ചെയ്തു. ബൈബാക്ക് ചെയ്തു പറഞ്ഞാൽ കാശ് കൊടുത്ത് ഷെയർ തിരിച്ചു വാങ്ങിക്കും. ആൻഡ് കാൽക്കുലേറ്റഡ് ദി വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ഓൺ 31st December 2018. അപ്പോൾ ഇവിടെ കലണ്ടർ ഇയർ ആണ്, ഏപ്രിൽ ടു ജാൻ ആണ്. സോ നമുക്ക് ആദ്യം എന്താണ്? ലോട്ട് മെത്തേഡ്. ലോട്ട് മെത്തേഡ് പറഞ്ഞാൽ ഇതിൽ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ എത്ര ടൈം ഉണ്ടായിരുന്നു നോക്കുക. അപ്പോൾ വർഷം തുടക്കത്തിൽ 3800 ഷെയർ ഉണ്ട്. ഇത് ത്രൂ ഔട്ട് ദ ഇയർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. സോ ഇൻറ്റു 12/12 മന്ത്സും ഉണ്ടായിരുന്നു. പ്ലസ് നമ്മൾ എന്ത് ചെയ്തു? 600 ഷെയർ ഇഷ്യൂ ചെയ്തു. എന്നാ ഇഷ്യൂ ചെയ്തത്? മെയ് 31 600 ഷെയർ. സോ ഇയർ എൻഡിൽ ഈ 600 ഉണ്ടാവും. പക്ഷേ ഈ 600 ഷെയറുടെ കാശ് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ഇയർ കിട്ടിയിട്ടില്ല. മെയ് 31 കിട്ടിയിട്ടുള്ളൂ. ത്രൂ ഔട്ട് ദ ഇയർ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ടൈമും കൂടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ 600 ഷെയർ എടുക്കുമ്പോൾ 600 ഇൻറ്റു മെയ് 31 പറയുമ്പോൾ ബാക്കി എത്ര മാസമുണ്ട്? 7 മാസം. 7 മാസമേ അതിൻ്റെ കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടുള്ളൂ. സോ അതിന് 7/12 മൈനസ് ബൈബാക്ക് പറയുമ്പോൾ എന്താ? കമ്പനി കാശ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഷെയർ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ അത് മൈനസ് ഷെയർ കുറയും, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയ ഫണ്ട് കുറയും. എന്നാൽ ബൈബാക്ക് ചെയ്യണത് നവംബർ 1 എത്ര ഷെയർ? 300 ഷെയർ. സോ 300 ഇൻറ്റു നവംബർ 1 പറയുമ്പോൾ നവംബർ ഡിസംബർ 2/12. അപ്പോൾ എത്ര വരിക? 3800 അല്ലേ? ഇൻറ്റു 12/12 പറയുമ്പോൾ 3800 തന്നെ പ്ലസ് 600 ഇൻറ്റു 7/12 350 മൈനസ് 300 ഇൻറ്റു 2/12 50. സോ 4100 ഷെയർ. സോ ഇവിടെ വെറുതെ എന്താണ്? നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യല്ല, ഇയർ എൻഡിൽ ഓരോ ഷെയർ എത്ര കാലം നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നു അതും കൂടെ കൺസിഡർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ വെയിൻസ് എന്ന് പറയും. ഇത് വേണം നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ഡിവൈഡ് ചെയ്യാൻ. ഇത് ലോട്ട് മെത്തേഡ്. ലോട്ട് മെത്തേഡ് പറഞ്ഞാൽ ഓരോ ബാച്ച് ഓഫ് ട്രാൻസാക്ഷൻ്റെയും ടൈം വേറെ വേറെ കണ്ടുപിടിക്കും. ഇനി നമുക്കിതിൽ എന്തിൽ കണ്ടുപിടിക്കാം? ക്യൂമുലേറ്റീവ് മെത്തേഡ്. അപ്പോൾ ഇതേ ആൻസർ തന്നെ വരിക. ക്യൂമുലേറ്റീവ് മെത്തേഡ്. അവിടെ നോക്കൂ, നമ്മളൊരു ടൈം ലൈൻ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ടൈം ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആദ്യം ജാൻ 1 എത്ര ഷെയർ ഉണ്ട്? 3800.
അത് കഴിഞ്ഞാൽ മെയ് 31 31 മെയ് എത്ര ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തു? 600 ഷെയർ. സോ ടോട്ടൽ എത്രയായി? 4400 അല്ലേ? അപ്പോൾ നവംബർ 1 വീണ്ടും എന്താണ്? നവംബർ 1 നമ്മൾ 300 ഷെയർ ബൈബാക്ക് ചെയ്തു. അപ്പോൾ എത്രയായി? 4100. അപ്പോൾ നമ്മളിത് ഓരോന്നിൻ്റെയും ടോട്ടൽ വെച്ച് നോക്കും. സോ ആദ്യത്തെ 5 മാസം, അതായത് ജനുവരി തൊട്ട് മെയ് വരെ ആദ്യത്തെ 5 മാസം നിങ്ങളുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ടായിരുന്നു? 3800. അടുത്ത 5 മാസം മെയ് ടു നവംബർ എത്ര ഷെയർ ഉണ്ടായിരുന്നത്? 4400. അത് കഴിഞ്ഞിട്ടുള്ള 2 മാസം എത്ര ഷെയർ? 4000. അതായത് മറ്റേ കട പറഞ്ഞാൽ നമ്മൾ ഓരോ ഓപ്പണിംഗ് ഷെയർ വർഷം മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്യൂ ചെയ്ത 600 7 മാസത്തിൽ ബൈബാക്ക് ചെയ്ത് 2. ഓരോ ട്രാൻസാക്ഷനെ നോക്കി. ഇവിടെ നമ്മൾ ടോട്ടലാണ് നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ എത്ര ഉണ്ടായിരുന്നു? ആദ്യത്തെ 5 മാസം നിങ്ങളുടെ കയ്യിൽ 3800 ഷെയർ ഇൻറ്റു 5/12 പ്ലസ് അടുത്ത 5 മാസമായി ജൂൺ 1 തൊട്ട് ഒക്ടോബർ 31 വരെ. അടുത്ത 5 മാസം നിങ്ങളുടെ കയ്യിൽ എത്ര ഷെയറാണ്? 4400 ഷെയർ പ്ലസ് അവസാനത്തെ 2 മാസം എത്ര ഷെയർ? 4100 ഷെയർ. മറ്റേവിടെ ഓരോ ട്രാൻസാക്ഷൻ്റെ ടൈം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ ടോട്ടൽ അഗ്രിഗേറ്റ് നമ്പർ ഓഫ് ഷെയർ എത്ര ഉണ്ടായിരുന്നു, അതാണ് ഈ ക്യുമുലേറ്റീവ് ടോട്ടൽ എന്ന് പറയും. അപ്പോൾ 3800 ഇൻറ്റു 5/12 1583 അല്ലേ? പ്ലസ് 4400 ഇൻറ്റു 5/12 1833 പ്ലസ് 4100 ഇൻറ്റു 2/12 684. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4100. സെയിം ആണ്, രണ്ട് മെത്തേഡിൻ്റെയും ആൻസർ സെയിം തന്നെയാണ് വരിക. ലോട്ട് ആകുമ്പോൾ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ്റെ ടൈം നോക്കും, ക്യുമുലേറ്റീവ് ആകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അതിൻ്റെ ടൈം നോക്കും. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിൻ്റെ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് വെയിറ്റ്. കാരണം ഇവിടെ ടൈമും കൂടെ കൺസിഡർ, അല്ലാതെ ഇയർ എൻഡിൽ മൊത്തം ഇത്ര ഷെയർ അതല്ല നമ്മൾ നോക്കണം, ടൈമും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 ജാനുവരി നമ്മുടെ വർഷം തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഷെയർ? 1800 ഷെയർ. മെയ് 31 അതേപോലെ 600 ഷെയർ ഇഷ്യൂ ചെയ്തു. നവംബർ 1 300 ഷെയർ ബൈബാക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ വെയ്റ്റഡ് ആവറേജ് പ്രകാരം എത്ര ഷെയറാണ് നമ്മൾ കാൽക്കുലേഷൻ എടുക്കേണ്ടത്. സോ ലോട്ട് മെത്തേഡാണെങ്കിൽ എത്ര? ആദ്യത്തെ 1800 ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ടായിരുന്നു. ലോട്ടിൽ ഓരോ ഐറ്റമായിട്ടാണ് നോക്കുക. പ്ലസ് അടുത്ത 600 ഷെയർ മെയ് തൊട്ടേ ഉണ്ടായിരുന്നു. മെയ് തൊട്ടേ ആ കാശ് കിട്ടിയിട്ടുള്ളൂ. മെയ് തൊട്ട് പറയുമ്പോൾ 7 മാസത്തേക്ക്. പ്ലസ് അല്ല മൈനസ്. ബൈബാക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ കയ്യിലുള്ള നമ്പർ ഓഫ് ഷെയർ കുറയും, അല്ലെങ്കിൽ കയ്യിലുള്ള ക്യാഷ് കുറയും. കമ്പനി കാശ് തന്ന് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഷെയർ വാങ്ങിക്കുക. സോ 300 നവംബർ 1 പറയുമ്പോൾ 2 മാസം. അപ്പോൾ എത്ര വരിക? 1800 പ്ലസ് 600 ഇൻറ്റു 7/12 350 മൈനസ് 50 2100. ഇത് ലോട്ട് മെത്തേഡ്. ഇതേ സാധനം നമ്മൾ ക്യുമുലേറ്റീവിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ടും അറിയണം. കാരണം ക്യുമുലേറ്റീവ് അറിഞ്ഞാലേ നമുക്ക് ഈ ബോണസ് അല്ലെങ്കിൽ റൈറ്റ് ഷെയറുടെ കാൽക്കുലേഷനൊക്കെ വരുമ്പോൾ അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ക്യുമുലേറ്റീവ് ആകുമ്പോൾ ആദ്യത്തെ 5 മാസം, ജനുവരി തൊട്ട് മെയ് 31 വരെ ആദ്യത്തെ 5 മാസം നിങ്ങളുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ടായിരുന്നു? 1800. അത് കഴിഞ്ഞാൽ ജൂൺ 1 തൊട്ട് ഒക്ടോബർ 30 വരെ ഈ 1800 600 കൂടെ ചേർന്ന് 2400 ഷെയർ ഉണ്ടായിരുന്നു. അടുത്ത 5 മാസം അത്രയും കാശ് ഉണ്ടായിരുന്നു. അവസാന 2 മാസം ഈ 2400 300 ഷെയർ നമ്മൾ ബൈബാക്ക് ചെയ്തു. സോ 2100 ഷെയറാണ് ഉള്ളത് എന്ത്, ലാസ്റ്റ് 2 മന്ത്സ്. അപ്പോൾ എത്ര വരിക? 750 പ്ലസ് 2400 ഇൻറ്റു 5/12 1000 പ്ലസ്
2100 into 2 divided by 12, 350. സോ എല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്താണ് 750, 1100, 2100. സോ രണ്ട് മെത്തേഡിലും ആൻസർ സെയിം ആണ്. ക്യുമുലേറ്റീവ് ആകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എടുക്കും, ലോട്ട് ആകുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ബാച്ച് എടുക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7ഉം അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 6ഉം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രോഫിറ്റ് അട്രിബ്യൂട്ടബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, ബോണസ് ഷെയർസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി വയ്ക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ബോണസ് ഷെയർസ് നെക്സ്റ്റ് വീഡിയോ പഠിക്കാം. താങ്ക് യു.